ഓവുചാലുകൾ വൃത്തിയാക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല. നാട്ടുകാർ കൈകോർത്തു ശുചീകരിച്ചു. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഓവുചാലുകൾ വൃത്തിയാക്കാൻ ഫണ്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ. എന്നാൽ നാട്ടുകാർ കൈകോർത്ത് ഓവുചാൽ വൃത്തിയാക്കി. കാലവർഷത്തിന് മുമ്പേ ഓവുചാലുകൾ വൃത്തിയാക്കാൻ മാടായി പഞ്ചായത്ത് ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് തയ്യാറായില്ല. മാലിന്യം നിറഞ്ഞും ഓവുചാലുകൾ കൂടി വെള്ളമൊഴുകി പോകാനാകാതെ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുകയാണ് മാടായി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളും. ഇതേ അവസ്ഥയാണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം പ്ലാറ്റ്ഫോമിനു സമീപങ്ങളിൽ ജനങ്ങൾ ദിവസങ്ങളായി അനുഭവിക്കുന്നത്. അടിപ്പാലം വരെയുള്ള ഭാഗങ്ങളിൽ ഓടകളെല്ലാം കാടുകയറിയും മാലിന്യം നിറഞ്ഞും അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ്. ആരും ഗൗനിക്കാതെ വന്നപ്പോൾ നാട്ടുകാർ തന്നെ സംഘടിച്ചു. 2ാമത്തെ പ്ലാറ്റ്ഫോറത്തിൻ്റെ സൈഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളും മറ്റും ഒഴുകി പോകേണ്ടത് പഴയങ്ങാടി പുഴയിലാണ്. പക്ഷേ ഈ ഓടകൾ തേച്ചും അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ സഹകരണത്തോടെ ഞങ്ങൾ ഇത് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇതിനൊന്നും ഇപ്പം ഫണ്ടില്ല. VOമാരും മറ്റേവരും തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവർക്ക് വീട്ടുവളപ്പിലെ സമ്പന്നന്മാരെ വളപ്പ് വൃത്തിയാക്കുന്ന ജോലിയെ കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി സംഘടിച്ച് ഇത് വൃത്തിയാക്കുന്നു ജനങ്ങളുടെ സഹകരണത്തോടെ. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും നാട്ടിൽ പടർന്ന് പിടിക്കാൻ പോകുമെന്ന്. അപ്പോൾ അതിനെ നമ്മൾ ചെറുത്തേ മതിയാവൂ. ഇതുപോലത്തെ ജനകീയ കൂട്ടായ്മയിലൂടെ അതിനെ ചെറുത്തേ മതിയാവൂ. നിയമപ്രശ്നങ്ങൾ പറഞ്ഞ് തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലും വിലക്കിയ അവസ്ഥയാണ്. മാടായി പഞ്ചായത്തിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ്. ഇവിടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് ഓടകൾ വൃത്തിയാക്കി. കുപ്പിച്ചില്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഓടകളിൽ നിന്നും നീക്കി. 250 മീറ്ററോളം ഭാഗങ്ങൾ ശുചീകരിച്ചു. KP രവി, TV കൃഷ്ണൻ, കൃഷ്ണനാചാരി എന്നിവർ നേതൃത്വം നൽകി. സ്വന്തം നാടിനെ രക്ഷിക്കാൻ കൈകോർത്ത ഈ സേവന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വടക്കൻ വാർത്തയും തയ്യാറായി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.